കേരള സർവകലാശാലയിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിലെ പരാജയം മറക്കാൻ SFI നടത്തിയ ആസൂത്രിത ആക്രമണമാണ് ഉണ്ടായതെന്ന് KSU തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗോപു നിയാൽ. ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടന എന്ന പ്രിവിലേജ് KSUവിന് ലഭിച്ചിട്ടില്ല. പോലീസിന്റെ സാന്നിധ്യത്തിൽ നടന്ന ആക്രമണങ്ങളിൽ ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. ഒരാളെ പോലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും ഗോപു നിയാർ പറഞ്ഞു. മുൻകാലങ്ങളിൽ ഇല്ലാത്ത, ചരിത്രത്തിലില്ലാത്തതുപോലെ കേരള വിദ്യാർത്ഥി യൂണിയൻ വലിയൊരു വിജയം കേരള സർവകലാശാലയിൽ നേടുന്നൊരു സാഹചര്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാജയത്തിൻ്റെ നാണക്കേട് മറയ്ക്കുവാൻ വേണ്ടിയിട്ട് SFI വളരെ ആസൂത്രിതപരമായി നടത്തിയ ഒരു ആക്രമണം. ഇന്നലെ ഏകദേശം തിരുവനന്തപുരം നഗരത്തിൽ അർദ്ധരാത്രിയോടുകൂടി മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു സംഘർഷം നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള. ഇന്നലെ രാത്രി മുതൽ ഈ നിമിഷം വരെയും തിരുവനന്തപുരത്തെ CPMൻ്റെ ഉന്നതരായിട്ടുള്ള നേതാക്കളും SFIയുടെ സംസ്ഥാന നേതാക്കളും വാതോരാതെ ആ ആക്രമണത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും KSUവിൻ്റെ തലയിലേക്ക് കൊണ്ടുവയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും. പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ഞങ്ങളുടെ UUCയെ ഇന്നലെ ആ ക്യാമ്പസിനകത്ത് മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായത്. ഞങ്ങൾക്ക് ആർക്കെതിരെയും മിണ്ടാൻ പോയില്ല. ഞങ്ങൾ നിയമപരമായിട്ട് പോലീസിന് പരാതി കൊടുത്തു. അതിലുള്ള നടപടി ഞങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷേ ഈ നിമിഷം വരെ അതിൽ ബന്ധപ്പെട്ടവരെ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ നടന്ന ആക്രമണമായിരുന്നിട്ട് പോലും ഒരാൾക്കെതിരെ പോലും നടപടിയെടുക്കാൻ, FIR രേഖപ്പെടുത്തിയതിനപ്പുറത്ത് ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്.